നമുക്ക് ചെറിയ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ട് പൗരോഹിത്യത്തിൻ്റെ 6 വർഷങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സുബിനച്ചനെ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഇടവകയിൽ ഇന്ന് സേവനമനുഷ്ഠിക്കുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരിൽ നമ്മളോട് കൂടെയുണ്ട്. അവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. അതേപോലെ തന്നെ പാരിഷ് കൗൺസിലിൻ്റേതായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ കടന്നു വന്നിട്ടുള്ളവരുണ്ട്. അതേപോലെ തന്നെ മറ്റ് മതബോധനത്തിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ ആരെയും അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല. കടന്നു വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു വാക്ക് ഞാൻ അധികം നീട്ടാതെ തന്നെ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെ പറയുമ്പോൾ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മഹാദൗത്യം കർത്താവിൻ്റെ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുബിനച്ചൻ പൗരോഹിത്യത്തിൻ്റെ പട്ടം സ്വീകരിക്കുകയുണ്ടായി. ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള ഒരു മേഖലയിൽ കഴിഞ്ഞ 6 വർഷക്കാലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സുവിശേഷീകരണം ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള സഭ, ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള ശുശ്രൂഷകർ, അജപാലന ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളവർ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മെ ആത്മീയമായിട്ട് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയുണ്ടായി. കഴിഞ്ഞ 6 വർഷക്കാലം ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച വഴികൾ നന്ദി നിറഞ്ഞ നിമിഷങ്ങളിലൂടെ മാത്രമേ അദ്ദേഹത്തിന് കാണാൻ കഴിയൂ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം. വലിയൊരു ദൈവവിളി ലഭിച്ച അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം നമുക്കും ഈ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാം. തുടർന്ന് നമ്മുടെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇനി നമ്മുടെ ഏതെങ്കിലും സമയത്ത് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഒരു ശുശ്രൂഷകനായിട്ട് ഒരു അജപാലന ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ദൈവം അദ്ദേഹത്തെ കൂടുതലായിക്കൊണ്ട് സഹായിക്കട്ടെ എന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കുകയും ചെയ്യാം. ഈ അധികം നീട്ടാതെ തന്നെ ഞാൻ ഈ ഫംഗ്ഷൻ്റെ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് അദ്ദേഹത്തിന് ഒരു പൂച്ചെട്ട് നൽകി ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് കാറ്റഗിസൊക്കെ വേദപാഠത്തിൻ്റെ മതബോധനത്തിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ഗ്രേസി ടീച്ചറെ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാരിഷ് കൗൺസിലിന് വേണ്ടിയിട്ട് ശ്രീ മാത്യു വാണിയക്കുന്നൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ പാരിഷ് കൗൺസിൽ മെമ്പറും അതേപോലെ തന്നെ നമ്മുടെ കൈക്കാരനുമാണ്. അദ്ദേഹത്തെ ഒരു ഉപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. മൂന്നാമതായി കൊണ്ടിട്ട് മാതൃവേദിക്ക് വേണ്ടിയിട്ട് ഒരു ബൊക്ക സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റോസമ്മ മലയക്കുടി അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്ത 2 പ്രോഗ്രാമുകളോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് ചുരുക്കുകയാണ്. അടുത്തതായിട്ടൊന്ന് ഒരു പൊന്നാട അണിയിക്കൽ എന്നുള്ള ഒരു ചെറിയൊരു ചടങ്ങും അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കേക്ക് കഴിച്ച് പിരിക്കുകയാണ്. അച്ഛൻ അതിന് മുമ്പായി കൊണ്ടിട്ട് 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പൊന്നാട അണിയിക്കുന്നതിലേക്ക് ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുകയാണ്.
അച്ഛൻ നമ്മോട് 2 വാക്ക് സംസാരിക്കും. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം ഒരു നിമിഷത്തെ തന്നെയായിരുന്നു കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതിയാണ് ഞങ്ങൾ വരിക. 1 വർഷം കഴിഞ്ഞു, 1 വർഷം ആകുന്നു, 1 വർഷം ആകുന്നു. പിന്നെ 7 വർഷം പൂർത്തിയായിരുന്നു. 7 വർഷം പൂർത്തിയായി 8ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ ഒരു ശുശ്രൂഷ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം, നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ദൈവം നമ്മളെ വഴി നടത്തുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു അനുഭവം ഈ കഴിഞ്ഞ നാളുകളിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കില്ല നമ്മൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും നാളെ എന്ത് അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ഉണ്ടാകാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നാളെ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളെ ആലോചിച്ചിലാക്കാറുണ്ട്. പക്ഷേ ഞാൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ദൈവം വഴി നടത്തിയിട്ടുള്ള അത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള രീതിയിലും അതോടൊപ്പം തന്നെ അനുഗ്രഹപ്രദമായിട്ടുള്ള രീതിയിലുമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രതിസന്ധികളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്ക് ദൈവമുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സേവനം ചെയ്ത് തളിപ്പുറം ഇടവകയിലാണ്. അവിടെ ബഹുമാനപ്പെട്ട മഞ്ചപ്പള്ളി അച്ഛനായിരുന്നു എൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസം. എൻ്റെ ആദ്യത്തെ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊതുയോഗം അവിടെ ചെന്നു. ജനുവരി മാസം 14 പൊതുയോഗം നടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ തളിപ്പുറം ഇടവകയിൽ വളരെ ശക്തന്മാരാണ്. അതോടൊപ്പം തന്നെ അച്ഛന്മാരെയൊക്കെ ഭരിക്കുന്ന ആളുകളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല എൻ്റെ ആദ്യത്തെ അനുഭവം തന്നെ ഒരു അറിയിപ്പിൻ്റെ ഇടയ്ക്ക് കേട്ട എന്നോട് സംശയം ചോദിച്ചതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അപ്പം ഞാൻ വളരെ കാരണം വികാരിച്ച് വളരെ ശാന്തശീലനും വിനീത ഹൃദയനും ആകാൻ അധികം അച്ഛനൊന്നും പറയത്തില്ല. പിന്നെ അച്ഛനായിരിക്കില്ല അതിന് മറുപടി മുന്നിലുള്ള അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വികാരിച്ച് അധികം പറയില്ല, അച്ഛനൊക്കെ മറുപടി കൊടുത്തോണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പേടിച്ച് കുറച്ചൊക്കെയാണ് പൊതുയോഗത്തിന് നമ്മൾ ചെന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വലിയ ചർച്ചയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം. ദൈവാനുഗ്രഹം കൊണ്ട് ഏതായാലും പൊതുയോഗം വളരെ മനോഹരമായിട്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ അവസാനിപ്പിക്കാൻ സാധിച്ചു. ഒരു 4-5 മാസം അച്ഛനോട് സേവനം ചെയ്യാൻ സാധിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അബ്രഹാം പോണട്ടച്ഛൻ വികാരിയായിട്ട് തലപ്പുറങ്ങളിലേക്ക് വരിക. ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് പഠിച്ചിട്ടുള്ള അച്ഛനിൽ നിന്നാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടെയൊക്കെയാണെങ്കിൽ ശരി. അതോടൊപ്പം തന്നെ നമ്മുടെ പൗരോഹിത്യത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. അത് ആളുകളെ വെറുപ്പിക്കാതെ, ആളുകളോട് വഴക്കിടാതെ, ബഹളം വയ്ക്കാതെ എങ്ങനെ പൊതുയോഗങ്ങൾ നടത്താം, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു നല്ല പരിശീലനം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടം അച്ഛൻ പറയും കൃത്യമായിട്ട്, അച്ഛൻ അതിങ്ങനെയൊക്കെ ഉണ്ടാവും, അതെങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് കൃത്യമായിട്ട് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു പരിശീലനമായിരുന്നു. മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കാവുന്ന ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് ജനുവരി വന്നു, ഇത് ജനുവരി വരെയാണ് സാധാരണ. പക്ഷേ അച്ഛൻ പറഞ്ഞു, ആളുകൾ പറഞ്ഞു, അച്ഛൻ മെയ് വരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മെയ് മാസം വരെ ഏകദേശം 1 വർഷം ഒരു 4-5 മാസവും കൂടെ എക്സ്ട്രാ അവിടെ ഇരിക്കാനായിട്ട് അവസരം തന്നു. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് 2 വികാരിച്ചന്മാരൊക്കെയാണ് അത് വന്നത്. അവിടെ ഹോം ഫോർ ഹോംലെസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 14 റൂമുകളുള്ള അല്ലെങ്കിൽ ഇതുള്ള ഫ്ലാറ്റ് പണിയാനായിട്ട് ഞാൻ അവസാന ഘട്ടത്തിലായിരിക്കുമ്പോഴാണ് പണി നടക്കുന്നത്. അതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഒരു വീട് അവിടെയുള്ള ഒരു ചേട്ടൻ നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചു. അങ്ങനെ അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ യുവജനങ്ങളുടെ ഇടയിലും അതോടൊപ്പം തന്നെ ആളുകളുടെ ഇടയിലും ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അച്ഛൻ സ്വാതന്ത്ര്യം നൽകുകയും അതിനൊക്കെ 2 വികാരിച്ചന്മാർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനുമായിട്ടുള്ള വലിയൊരു കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ 2ാമത് ചിറ്റാരിക്കാരുടെ ഇടവകയിലേക്ക് ചെല്ലുന്നത്. ചിറ്റാരിക്കാരുടെ ഇടവകയിൽ വളരെ വിപരീതമായ ഒരു സാഹചര്യമായിരുന്നു. ഒരു അനുകൂലമായ സാഹചര്യമല്ല, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളായിരുന്നു. നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അത് ഏത് ഗ്രൂപ്പുകാരാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ സംസാരിക്കാനൊക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ ചില കടകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, ചില ആളുകളോട് സംസാരിക്കാൻ പറ്റില്ല. നമുക്കെല്ലാവരും ഇടവക്കാറ്, പക്ഷേ സംസാരിക്കുന്നത് അച്ഛനെന്തിനും അവരോട് സംസാരിക്കും, അച്ഛനെന്തിനും അവരുടെ ഇടപെടും, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ. പക്ഷെ അതേസമയം തന്നെ അവിടെയും വികാരിയച്ഛൻ്റെ പൂർണ്ണ പിന്തുണയും അച്ഛൻ്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പാണ്ഡ്യൻ മംഗലച്ഛനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെയുള്ള പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ എങ്ങനെ നിലനിൽക്കണമെന്നും അച്ഛനോട് അച്ഛൻ അങ്ങനെ ആളുകളോട് ഇടപെടുന്നതൊക്കെ രാത്രി 10 മണിയായാലും ആളുകൾ പള്ളിയിൽ പോലെ ഇതുവരെ ആളുകൾ പള്ളിയിൽ വർത്തമാനം പറയാനൊക്കെ
ഞാൻ ഓർക്കുന്നുണ്ട് 3 വണ്ടി മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 50-60 വണ്ടിയോടും കൂടിയാണ് അച്ഛൻ യാത്രയായി. അതിൻ്റെ കൂടെ ഞാനും പോകും. അപ്പം അത്രയും ആളുകൾ അച്ഛനെ സ്വീകരിച്ചിരുന്നു. കാരണം ആളുകളോടൊപ്പം ബന്ധം അത്രമാത്രം വലുതായിരുന്നു. ആളുകളെ അച്ഛൻ കൈകാര്യം ചെയ്യുന്ന അപ്രകാരമായി എല്ലാവരെയും സ്നേഹപൂർവ്വം ഇടപഴകുന്ന ഒരു വൈദികനായി. അപ്പം അത് നമുക്കൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. അതോടൊപ്പം കൊച്ചന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അച്ഛൻ ചില കാര്യങ്ങൾ നമ്മൾ പറയും, ചില സാഹചര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വൈദികനാണ്. അതിനുശേഷമാണ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചെല്ലുന്നത്. നമുക്കറിയാം കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ സാഹചര്യം. ഈ പിള്ളേരുടെ ഇടയ്ക്ക് അവിടുത്തെ മാനേജറായ ജെയിംസ് അച്ഛൻ എപ്പോഴും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഹോസ്റ്റലിലെ വാർഡന്മാരെന്ന് പറയുന്നത് തേനീച്ച കൂട്ടി കളിക്കുന്ന പോലെ എപ്പോൾ വേണം ഒരു ഈച്ച ഇളകിയാൽ മതി, എല്ലാം കൂടെ തുല്യത വേണ്ടി കൊടുത്താൽ മതി. ഇതുപോലെയാണ് ഹോസ്റ്റലിൻ്റെ അവസ്ഥ. എപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്ന നമുക്ക് പറയാൻ പറ്റും. ഒരു നമ്മൾ വിചാരിക്കുന്ന വലിയ ഇപ്പം നാളെ ഒരു സംഭവം ഉണ്ടാകുന്ന വിചാരിച്ചൊന്നും നടക്കില്ല. ചിലപ്പോൾ ഒന്നുമില്ലാതെ വിചാരിക്കുമ്പോഴായിരിക്കും ഒരു പ്രശ്നം കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നമുക്കറിയാം പിള്ളേർക്ക് എപ്പോഴും കംപ്ലൈൻറ്റുകൾ, ഫുഡിൻ്റെ കംപ്ലൈൻറ്റ്, താമസത്തിൻ്റെ കംപ്ലൈൻറ്റ്, അത് ഇതെല്ലാം അവിടെ ഉണ്ടാകാൻ സാധ്യത. പക്ഷെ അവിടെയൊക്കെ ഈ ആ ഒരു 3 വർഷക്കാലം ഏറ്റവും സന്തോഷത്തോടുകൂടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, അതോടൊപ്പം തന്നെ അവൻ്റെ മെസ്സിൻ്റെ ചാർജൊക്കെ ഏറ്റെടുത്തപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വീടിന് പകരം 1000 വീടുകളൊക്കെ കർത്താതിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മൾക്ക് വീട്ടിൽ മാക്സിമം 5 പേര് 6 പേരുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഇത് ഏകദേശം 800-900 പിള്ളേരുടെ കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിള്ളേരെ അവിടെ വന്ന് കാത്തു നിൽക്കും, പിള്ളേരെ നമ്മൾ ചെയ്തു പറയും. ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരത്തെ ചാനലിൽ കാപ്പം പറയാൻ മറന്നു പോകും. നമ്മൾ തിരക്കിടയ്ക്ക് വിട്ടു 3 മണിയാകുമ്പം കിച്ചണിലെ ചേട്ടൻ വിളിക്കും, അച്ഛാ കാപ്പി വന്നില്ലല്ലോ, ചായയുടെ കടി വന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ? പിന്നെ ഒന്നും നിവർത്തിയില്ല. എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും നമ്മൾ ആ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞാലും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാൽ ആ പിള്ളേരൊക്കെ നമ്മളോട് സഹകരിക്കുമായിരുന്നു. അതിന് വലിയ നന്മയായിട്ട് ഞാൻ കരുതുകയാണ്. എന്താണ് അതിന് മുമ്പൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിലൊക്കെ കുട്ടികൾ നമ്മളോട് സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പൂപ്പറമ്പ് ഇടവക ഉണ്ടായിരുന്നു. നമ്മളൊന്നും അറിയേണ്ട, നമ്മൾ പൊന്നുപോലെ നോക്കുന്ന വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടവകയായിരുന്നു പൂപ്പറമ്പ് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ ഏരിയയുള്ളൂ, പക്ഷേ വളരെ നല്ല ആളുകൾ, വളരെ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യുന്നവർ ഒക്കെയുള്ള ആളുകൾ. അതിനുശേഷമാണ് ഇവിടെ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പഠിക്കാനായിട്ട് വന്നത്. ഞാനിവിടെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലൂക്കോസച്ചിനെ ഇവിടെ നിന്ന് മാറ്റി എന്നിവിടെ ഈ ഏരിയയിൽ വെച്ചു. എനിക്ക് തോന്നുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ പലയിടങ്ങളിൽ അഡ്മിഷൻ നോക്കിയിട്ട് അവസാനമാണ് ഗ്ലൂക്കോസച്ചനാണ് പറഞ്ഞത്, സുന്നച്ച റോഷ്യസ് കോളേജിൽ അച്ഛനിന്ന് പോരെ എന്ന് ഹൃദയപൂർവ്വം അച്ഛനെന്ന് വിളിച്ചു. അച്ഛനോട് ചിന്തിക്കായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ മാറ്റാൻ സാധ്യതയുണ്ട്, ഇവിടെ ഒരു വർഷം സമയമായിട്ട് നിങ്ങൾക്ക് വേണം പോകാം എന്ന് അച്ഛൻ ചിന്തിക്കാറില്ല. അങ്ങനെയൊന്നുമല്ല. അച്ഛനോട് എന്നെ വിളിച്ചു വരുത്തി. അച്ഛൻ അറിയായിരുന്നു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനെ മാറ്റും എന്നുള്ള അച്ഛന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അത് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ തന്നെ വിളിച്ച് ഏൽപ്പിക്കുന്നതിന് അച്ഛൻ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു എനിക്ക് അച്ഛൻ ചെയ്തതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഈ നല്ലൊരു പള്ളിമുറി നിങ്ങളെല്ലാവരും കൂടെ അച്ഛനെ നിർമ്മിച്ചു തന്നു. എനിക്ക് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ. ഞാൻ അച്ഛനോടുള്ളപ്പോൾ ഞാൻ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അച്ഛനോടുകൂടെ ചേർന്ന് നിങ്ങളത് ചെയ്തു. അത് ദൈവം നമ്മളെ കൊണ്ട് പരിപാലിക്കുന്നതിന് പറ്റിയൊരു അവസരവും കൂടെയായിട്ട് ഞാൻ കരുതുക. നല്ലൊരു പുതിയ പള്ളിമുറിയിൽ ഏറ്റവും ഒരു അച്ഛൻ നിർമ്മിച്ചത്. അച്ഛൻ താമസിക്കാൻ പറ്റിയില്ല, കുറച്ചു കാലമൊക്കെ അച്ഛൻ താമസിച്ചു. അതിനുശേഷം ഏറ്റവും സന്തോഷത്തോടുകൂടെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം കോളേജിൽ പോയി വരാനായിട്ട് വളരെ അടുത്ത്, സാധാരണ അച്ഛൻ മംഗലാപുരം വരെ പോകണമായിരുന്നു. ഇവിടെ വീരി വരെ പോയാൽ മതി. 13 കിലോമീറ്റർ വളരെ നിയർ ബൈ കോളേജ്, നല്ല സാഹചര്യം, നല്ല അന്തരീക്ഷം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ടും എനിക്കിതൊരു ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്ന പ്രധാനമായിട്ടും ഭക്ഷണ മേഖലയാണ്. പലപ്പോഴും എന്താണ് നമ്മൾ ചിന്തിച്ചോ ഇതിപ്പോൾ എന്തെങ്കിലും കിട്ടിയാലും നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും കൊണ്ടുപോകും, അതിൻ്റെ കുർബാനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും ഭക്ഷണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും എനിക്കറിയാം ഇവിടെ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും വൈദികരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ്. ഒരിക്കൽ പോലും ഒരാൾ പോലും എന്നോട് അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ വഴക്കടിക്കാനോ ബഹളം വയ്ക്കാനോ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാത്തതുകൊണ്ടാണോ അത് നിങ്ങൾ ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിൽ സന്തോഷിക്കുന്നു, അത് ഞാൻ അഭിമാനിക്കുന്നു. വൈദികരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങളുടെ. അപ്പോൾ അതിൽ ഞാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ഏറ്റവും
ഏറ്റവും നന്നായിട്ട് തന്നെ അത് ക്രമീകരിച്ചു. ചേട്ടനും അതോടൊപ്പം തന്നെ മധു ചേട്ടനും എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ്. ഞാൻ എന്നോട് വന്നപ്പോൾ ശ്രദ്ധിച്ച എല്ലാവരും നമ്മളോടൊക്കെ അടക്കം പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ വൈദികരോട് കാണിക്കുന്നത്, എന്നോട് മാത്രമല്ല ഇതിനൊപ്പുള്ള അച്ഛന്മാരോട് നിങ്ങൾ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ട് പോകുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വൈദികരെ സ്നേഹിക്കുന്നു, നിങ്ങൾ വൈദികരെ ബഹുമാനിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇടവക കാസർഗോഡ് ഇടവകയിൽ മാറി സ്വതന്ത്രമായ ഇടവകയായിട്ട് മാറിയപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അഭിവൃദ്ധി ഈ മുസ്ലിം ഇടവകയ്ക്കുണ്ട്. സ്ഥിരമായിട്ടുള്ള കുർബാന നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിന് വലിയ നന്മ നിങ്ങൾ തിരിച്ചറിയുക, അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമാണ് സ്ഥിരമായി വിശുദ്ധിയെ അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൂടുതലുകളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചത് 7ാമത്തെ വർഷമാണ്. വലിയൊരു ഒരു സ്റ്റെപ്പിലേക്കും കൂടെ പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഒരു ഒരു സംഗതിയൊക്കെ ആരംഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഒന്നും ആയിട്ടില്ല, പിതാവിനെ ഇതിലേക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ. വലിയ സംഗതിയൊന്നും ലഭിച്ച ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഒരു വർക്കിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകണം. കാരണം ഈ അടുത്ത നാളുകളിൽ ഒത്തിരിയേറെ ആദര പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ഇടവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. ആ ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കാനായിട്ട് അതിൽ ദൈവത്തിൻ്റെ വലിയ സഹായം ഉണ്ടാകും. കാരണം ഒരു പ്രചോദനമാണ് അത് ചെയ്യാനായിട്ട്. അത് ചെയ്യുക എന്നുള്ളത് അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. കാരണം ഒത്തിരി പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും അതിനുവേണ്ടി യാചിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എൻ്റെ പൗരത്വ ജീവിതം ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴും ആയിരിക്കുക. എനിക്കൊരിക്കൽ പോലും അച്ഛനായി പോയല്ലോ എന്നുള്ള ചിന്ത ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം എന്തോ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്, നമുക്കറിയാം. പക്ഷേ അവിടെയെല്ലാം കർത്താവിൻ്റെ ഓരോരുത്തരും അതെനിക്ക് ദൈവം തന്നതാണെന്നുള്ള ഉറച്ച ബോധ്യവും എന്നെ ദൈവം വിളിച്ചതാണെന്നുള്ള ഉറച്ച ഒരു ചിന്തയും എനിക്കുണ്ട്. കാരണം ഞാൻ ആരെങ്കിലും അച്ഛനായത് 2 അച്ഛനായതല്ല. എനിക്ക് ചെറുപ്പകാലം തൊട്ട് അച്ഛനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആര് തന്നു എന്ത് തന്നു എനിക്കറിയില്ല. എനിക്ക് ചെറുപ്പം തൊട്ടേ അച്ഛനാകണം, ഞാൻ നിങ്ങൾ ആരും ചോദിച്ചാൽ അച്ഛനാകാൻ പോകണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അമ്മയുടെ ഗുരുവായൂരിൽ തന്നെ ദൈവത്തിനെ തിരഞ്ഞെടുക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചെറുപ്പം തൊട്ടേ എന്താ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അച്ഛനാകാൻ പോകണം എന്ന് തന്നെ ഞാൻ പറയുക. അതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയും വിളിയുമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഈ ഒരു വിളി പരിശുദ്ധ അമ്മ വിശ്വസ്തയോടുകൂടെ ജീവിച്ചതുപോലെ മരണം വരെ വിശ്വസ്തയോടുകൂടെ എൻ്റെ പൗരോഹിത്യം ജീവിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ തന്ന ഈ പരിഗണനയ്ക്കും സ്നേഹത്തിനും ഈ ഒരു ആശംസകൾക്കും ഒക്കെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ടുണ്ട് ഒരു ബൊക്കെ കൂടി നൽകാനുണ്ട്. ഇടവക ദിനങ്ങളുടെ മൊത്തത്തിൽ ഉള്ള ഒരു ഉപഹാരമായിട്ട് ബൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ആൽബിൻ ഇടവക ദിനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബൊക്കെ സമർപ്പിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്തിലേക്ക് കിടക്കുക. അടുത്തതായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ മീറ്റിംഗ് നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഒരു നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ടീച്ചറെ കടന്നു വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അച്ഛൻ കേക്ക് കട്ട് ചെയ്യുന്നു. നമ്മളത് സ്വീകരിച്ച് നമ്മൾ പറയുന്നു. എന്നോട് പറഞ്ഞത് ഞാനതുകൊണ്ടൊന്നും എഴുതിയിട്ടില്ല. എങ്കിലും സ്നേഹ 7ാം വർഷം ഓർഗനൈസേഷൻ ആചരിക്കുന്ന നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട സുബിനച്ച അച്ഛന് വളരെയേറെ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. അച്ഛന് ഭക്ഷണ കാര്യത്തിൽ അച്ഛനോട് ഒരു പഞ്ഞം വന്നിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഗ്ലൂക്കോസ് അച്ഛന് പല പ്രാവശ്യം ഭക്ഷണം ഒന്നുമില്ലാതെ ഇരുന്നിട്ടുണ്ട്. അത് നമ്മൾ ആ കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. അച്ഛൻ ആ കാര്യത്തിൽ വിഷമമില്ല. പിന്നെ അച്ഛനെ നമ്മൾ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം ഏത് കാര്യത്തിലും. ആ കാര്യത്തിൽ ഞാൻ വളരെ വിശ്വാസം കേട്ടോ. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ
ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന തീരുമാനിച്ചിരിക്കുന്ന ഒരു ദൗത്യം അത് വളരെയധികം വിജയപ്രദമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അച്ഛൻ. ഞങ്ങളോട് കൂടി അതെല്ലാം പറയണം. ഞങ്ങൾക്ക് സഹായിക്കാൻ, അച്ഛനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. പിന്നെ അച്ഛന് ഇത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളൂ, ഒരു വിശുദ്ധ പദവിയിലേക്ക് അച്ഛൻ ഉയർത്തട്ടെ എന്ന്, വിശുദ്ധ സുബിൻ റാത്തപ്പള്ളി എന്നറിയപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ അതിനകത്ത് നന്ദി പറഞ്ഞിരുന്നു അച്ഛന് വേണ്ടി. അടുത്തതായി സിസ്റ്റേഴ്സിന്, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് 2 പേര് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് പറഞ്ഞു തന്നതെല്ലാം സിസ്റ്റേഴ്സാണ്. അവർ നമുക്കൊക്കെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെയാണ് അവരിവിടെ ജീവിക്കുന്നത്. എങ്കിലും നമുക്ക് വേണ്ടി, ഈ ഇടവകയ്ക്ക് വേണ്ടി, ഇടവക നമ്മളെ അവർ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷണമായതെല്ലാം അവർക്ക് ദൈവം എല്ലാ സൗകര്യങ്ങളും കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്ക് ഞാൻ നന്ദി പറഞ്ഞിരിക്കുന്നു ഈ സമയത്ത്. അതേപോലെ തന്നെ ജോജോ ചേട്ടൻ, പിന്നെ മാറ്റി ചേട്ടൻ, ഇവർക്ക് 2 പേർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. മറ്റ് എല്ലാ എൻ്റെ സഹോദരന്മാർക്ക് ഈ അവസരത്തിൽ നന്ദി പറഞ്ഞു. സന്തോഷേട്ടന് നമുക്ക് വേണ്ടി എല്ലാ പരിപാടിയിലും പ്രോഗ്രാമിലും മധുരം വിളമ്പുന്ന സന്തോഷിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ നന്ദി അവസാനിപ്പിക്കുന്നു. പ്രോഗ്രാമിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് അടുത്തതായിട്ടുള്ളത് കേക്ക് മുറിക്കുക എന്നുള്ളതാണ്. അച്ഛൻ ഈ വർഷം നമ്മളോടുകൂടെ കേക്ക് മുറിക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും നമുക്ക് ഈ പൗരോഹിത്യത്തിൻ്റെ വാർഷികതയോട് നമുക്ക് അദ്ദേഹത്തോടൊപ്പം ആഘോഷിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. കേക്ക് മുറിച്ച് ഈ പ്രോഗ്രാം അച്ഛൻ്റെ 7ാം പൗരോഹിത്യ വർഷം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനുണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുക. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഒരു മധുരം വയ്ക്കുന്നു. എല്ലാവർക്കും കേക്ക് നിശ്ചയിക്കണം. എല്ലാവരും